ഹലോ ഗൈസ്, അപ്പം നമുക്കൊരു ഈവനിങ് ഔട്ടിംഗ് കണ്ടാലോ? പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് ഇറങ്ങുന്നതായതുകൊണ്ട് സഡൻ ആയിട്ട് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് ഇറങ്ങേണ്ടി വന്നു. പക്ഷെ ഒരു കാര്യം, എനിക്ക് മുന്നേ എൻ്റെ മോള് റെഡി ആയിട്ട് നിന്നു. ഇവിടെ ഒരാൾ സോക്സ് ഇടുന്നുണ്ടായിരുന്നുള്ളൂ. ഇത്ര പെട്ടെന്ന് ധൃതി പിടിച്ച് എങ്ങോട്ട് പോകുന്നതായിരിക്കും അല്ലേ? ശരിക്കും ഒരേ ഒരു ധൃതിയേ ഉള്ളൂ, ശരിക്കും പറഞ്ഞ സിനിമ കാണാൻ പോകാനായിട്ട്. കറക്റ്റ് ടൈമിൽ എത്താതിരിക്കുന്ന ഒരേ ഒരു വ്യക്തി അത് ഞാനാണ്. പക്ഷെ ഇത്തവണ എന്തോ ഭാഗ്യത്തിന് അവര് സിനിമ തുടങ്ങാൻ ലേറ്റ് ആയതാണോ അതോ നമ്മൾ നേരത്തെ ആയിരുന്നോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കറക്റ്റ് ടൈമിൽ എത്തി. അപ്പം ഞങ്ങളെ കൂടെ ആദ്രയും അനുചേട്ടനും ഉണ്ട് കേട്ടോ. ഇത്തവണ കാണാൻ പോയ സിനിമ ജാനകി വേഴ്സസ് കേരള സ്റ്റേറ്റ്, അതായിരുന്നു കാണാൻ പോയത്. ഫസ്റ്റ് ഹാഫ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ സെക്കൻഡ് ഹാഫ് എനിക്ക് കുറച്ച് എവിടെയൊക്കെ മിസ്സിങ് ആയിട്ട് തോന്നി. അപ്പോൾ അതൊക്കെ ഡിസ്കഷൻ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ലാസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത്. തിയേറ്ററിൽ നിന്ന് എല്ലാവരെയും യാത്ര അയച്ചിട്ട് ഞാനും അമ്മയും മോളും ലാസ്റ്റാണ് ഇറങ്ങിയത്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കുമല്ലേ, എന്തിനാ ഈ പെട്രോൾ പമ്പൊക്കെ കാണിക്കുന്നത്? ശരിയാ, ലാസ്റ്റ് ഇറങ്ങിയപ്പോൾ ദേ ഇതാ അവസ്ഥ. പെട്രോള് തീർന്ന് വഴിയിലായി, അതും തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ. 2-3 ചേട്ടന്മാരെ സഹായിക്കട്ടെ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, എൻ്റെ ബ്രദർ ഇപ്പോൾ വരും. അപ്പുറത്താണ് പെട്രോൾ പമ്പെങ്കിലും ഞാൻ ഇറങ്ങാൻ സമയത്ത് 2 തവണ ചോദിച്ചു പെട്രോൾ ഉണ്ടോ എന്ന്. പക്ഷേ ഉണ്ട്, അവിടം വരെ എത്തും എന്ന് കോൺഫിഡൻറ്റ് പറഞ്ഞ കാരണം ഞാൻ അവന്മാർ വരുന്നവരെ അവിടെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ പെട്രോൾ അടിച്ചിട്ട് രാത്രി അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് അന്നത്തെ ദിവസം കടന്നുപോയി. മഴയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല ഡേ ആയിരുന്നു, ഹാപ്പി ഡേ ആയിരുന്നു.